എത്ര കളവ് ദിനേന പറയുന്നു, തമാശയ്ക്ക് പോലും എത്ര കളവുകൾ നമ്മൾ പ്രചരിപ്പിക്കുന്നു. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വൈലുൽ ലില്ലദീ യുഹദ്ദിസു ഫയകദിബു ലിയുദ്ഹിക ബിഹിൽ ഖൗം വൈലുൽ ലഹു വൈലുൽ ലഹു. ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി, തമാശയ്ക്ക് വേണ്ടി കളവ് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നതായ മുസ്ലിമില്ലേ, മുഅ്മിനില്ലേ, ഏറ്റവും വലിയ നാശമാണ്, നാശമാണ്. നരകത്തിന്റെ ഒരു ചെരിവ് തന്നെയാണ് വൈലി എന്ന് പറയുന്നത്. ഖഅറുൻ ഫീ ജഹന്നമ, ജഹന്നം എന്ന നരകത്തിന്റെ ഒരു ചെരിവാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇത്തരത്തിൽ ജനങ്ങൾക്കിടയിൽ തമാശയ്ക്ക് വേണ്ടി കളവ് പറഞ്ഞ് ആളുകളെ പൊട്ടിച്ചിരിപ്പിക്കാൻ പരിശ്രമിക്കുന്നവരെ ഏപ്രിൽ ഫൂളിന്റെ ദിവസങ്ങളിലാകട്ടെ, അല്ലാത്ത സമയങ്ങളിലാകട്ടെ, പരിശുദ്ധ ഇസ്ലാമിനെതിരെയുള്ള ഘടകവിരുദ്ധമായ പ്രവർത്തനങ്ങളുമായി ഏർപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരെ അവർക്ക് നരകത്തിന്റെ ഒരു ചെറിയ കൊണ്ട് അല്ലാഹു നൽകുകയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മൾ നാവ് കൊണ്ട് എത്ര തെറ്റാ ചെയ്യുന്നു. അപ്പൊ ഇതിലൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ മദ്രസ വിദ്യാഭ്യാസം കറക്റ്റായിട്ട് കൊണ്ടുപോകണം. കളവ് പറയൽ നിസ്സാരമല്ല, വളരെ ഗൗരവമുള്ള വിഷയമാണ്. വഹീദ് ശേഖ് റളിയല്ലാഹു അൻഹു ആണ്ട് വരുമ്പോൾ നമ്മളൊക്കെ ചർച്ച ചെയ്യുന്നതായ ഒരു ചരിത്രത്തിന്റെ ഭാഗമാണിത്. എല്ലാരും പറയും ആ മൊയ്തീൻ ഷെയ്ഖിന്റെ ചരിത്രം ഇതേ ഉള്ളൂ. ഇതൊന്നും അല്ല, ചരിത്രം ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും ആ ഒരൊറ്റ ചരിത്രം മതി ഈ ഉമ്മത്തിന് മുഴുവൻ നന്നാവാൻ. കളവ് പറയാതിരിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ ഗൗരവമുള്ള വിഷയമാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, ഇന്നൽ മുഅ്മിന, തീർച്ചയായും സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ യകൂനു ലആന വലാ തആന വലൽ ബദിയ വലൽ ഫാഹിഷ. മുഅ്മിനായ മനുഷ്യനിൽ നിന്ന് ഒരിക്കലും ആവശ്യമില്ലാത്ത കുത്തുവാക്കുകൾ ഉണ്ടാവുകയില്ല, അസഭ്യവാക്കുകൾ ഉണ്ടാവുകയില്ല, ചീത്ത വാക്കുകൾ ഉണ്ടാവുകയില്ല, ആരെയും അവൻ ശപിക്കുക പോലുമില്ല, ഒരു കളവ് പോലും പറയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. മുഅ്മിനായ മനുഷ്യൻ അവൻ ജീവിതത്തിൽ കളവ് പറയുകയില്ല, ഒരാളെയും വേദനിപ്പിക്കില്ല, ഒരസഭ്യ വാക്ക് പോലും പറയില്ല, ഒരനാവശ്യമായ സംസാരം പോലും നടത്തുകയേ ഇല്ല, ഒരു വാക്ക് പോലും ആവശ്യമില്ലാത്ത പറയില്ല. അതാണ് മുഅ്മിൻ. നമ്മൾ ആ മുഅ്മിൻ എന്ന് പറയുന്ന പേര് വെച്ചുകൊണ്ട് തന്നെ മുഅ്മിനുകൾ അല്ലാത്ത എല്ലാ പ്രവണതയും നമ്മളിലുണ്ട്. നമ്മൾ കുറ്റം പറയും, നമ്മൾ മക്കളെ തന്നെ ശപിക്കും. മക്കളെയൊക്കെ ശപിച്ചാൽ, വാപ്പായിമായി ശപിച്ചാൽ അത് നല്ലതുപോലെ കേൾക്കും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വളരെ ക്ഷമിക്കണം, മാതാപിതാക്കൾ വളരെ ശ്രദ്ധിക്കണം. മക്കളുടെ വിഷയത്തിൽ ശാപവാക്കുകൾ പറയുന്ന വിഷയം വളരെ ഗൗരവമുള്ള വിഷയമാണ്. നീ ഒരിക്കലും ഗുണം പിടിക്കില്ല ചില ഉമ്മമാര് പറയുന്ന വാക്കാണ്. പിന്നീട് വർഷങ്ങളോളം ഇരുന്ന് ദ്വാരുന്നാലും ആ ഒരൊറ്റ ശാപത്തിന്റെ പ്രാർത്ഥനയ്ക്ക് എതിരിൽ നീ ദ്വാ ചെയ്താൽ അല്ലാഹു ചിലപ്പോ കബൂലാക്കൂല. ചെറിയ കാര്യമല്ല. ശാപവാക്കുകൾ പറയരുത്. മുഅ്മിനായ മനുഷ്യന്റെ നാവിൽ നിന്ന് ഒരു ശാപവാക്കുണ്ടാവൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കാണ്, അവൻ ഒരിക്കലും ശപിക്കുന്നവനാകൂല. ലാ യകൂന ലആനൻ, ഒരിക്കലും ശപിക്കുന്നവനാകൂല. വലാ തആനൻ, ഒരു കുത്തുവാക്ക് പോലും ആരോട് പറയുന്നവനാവൂല. ഒരു കുത്തുവാക്ക് പോലും പറയൂല, ആവശ്യമില്ലാത്ത വാക്ക്. ഇന്നിപ്പോ കുത്തുവാക്കുകളുടെ സമയമാണല്ലോ, പ്രത്യേകിച്ച് ഇലക്ഷന്റെ സമയം നടക്കുന്നുള്ളതുകൊണ്ട് നമ്മുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകാൻ വളരെ എളുപ്പമാണ്. ആരെങ്കിലും പറയുന്നതിരുന്ന് കേട്ടുകൊടുത്താൽ തന്നെ ചിലപ്പോൾ അപകടമാവും. ഒരുപാട് ദിക്റുകൾ ചെല്ലുന്ന മനുഷ്യനാണ്, നിസ്കരിക്കും, നോമ്പ് നോക്കും, തറാവീഹ് നമസ്കരിച്ച മനുഷ്യൻ, നോമ്പുകൾ നോറ്റ മനുഷ്യൻ, സക്കാത്ത് കൊടുത്ത മനുഷ്യൻ, ഫിത്ർ സക്കാത്ത് വരെ കൊടുത്ത് പെരുന്നാൾ നമസ്കരിച്ച് ആത്മീയമായ പരിശുദ്ധിപ്പെടുത്തിയതാകുന്ന ഈ മനുഷ്യന്റെ നാവിൻ തുമ്പിൽ നിന്ന് ഒന്നും വരുന്നില്ല. പക്ഷേ കടകമ്പോളങ്ങളിൽ കേൾക്കുന്നതാകുന്ന വാക്കുകൾ കേട്ടുകൊടുക്കുന്നു കാതിലൂടെ, അതിനൊക്കെ സമ്മതം മൂളുന്നു. അത് വലിയ അപകടം. ആവശ്യമില്ലാത്തതൊന്നും കേൾക്കാൻ തന്നെ പാടില്ല.
മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റം പറച്ചിലുകൾ അധികരിക്കുന്ന സമയം, ഏറ്റവും കൂടുതലുള്ള സമയമാണ് ഈ സമയം. അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുവാക്കുകൾ, ചീത്തവാക്കുകൾ, അനാവശ്യ സംസാരങ്ങൾ, കളവിന്റെ പ്രചരണം, അങ്ങനാണ് ഇങ്ങനാണെന്ന് പറഞ്ഞ് ആവശ്യമില്ലാത്ത പ്രചരണം, വ്യഭിചാര ആരോപണം, എന്തൊക്കെ നടക്കുന്നു. അതിനുവേണ്ടി ഫോട്ടോകൾ തന്നെ ആക്കിയിട്ട് മാറ്റിമറിക്കുന്ന യുഗം. അതിൽ സയ്യിദന്മാരാകട്ടെ മറ്റുള്ളവരാകട്ടെ അതിനുവേണ്ടി അത്തരക്കാരായ ആളുകളെ ജനങ്ങളുടെ മുന്നിൽ അപഹസിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. വലിയ വിപത്തല്ലേ, ചെറിയ കാര്യമല്ലല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖറ ഖൗമുൻ മിൻ قوم عسى أن يكونوا خيرا منهم ولا نساء من نساء عسى أن يكن خيرا منهن. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, നിങ്ങൾ അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളെയും പരിഹസിക്കരുതേ. സത്യവിശ്വാസികൾ മറ്റൊരാളെ പരിഹസിക്കാൻ പാടില്ല. പരിഹസിക്കപ്പെടുന്നതായ വ്യക്തി അറിയണേ, നിങ്ങളെക്കാൾ ഉത്തമർ മറ്റുള്ളവരാകാം. അതുകൊണ്ട് ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമില്ലാത്തത് പറയരുതേ. വിശ്വാസികളെ ശ്രദ്ധിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ്. ഖുർആൻ ഓതിക്കൊണ്ട് കൃത്യമായി പഠിപ്പിക്കുകയാണ്, നിങ്ങൾ പരിഹസിക്കുന്നതായ ആളുകൾ നിങ്ങളെക്കാൾ നല്ല മനുഷ്യരാകാം. അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന അമലുകൾ ചെയ്യുന്ന ഏറ്റവും സാലിഹായ മനുഷ്യനായി അല്ലാഹു അവനെ കബൂലാക്കിയേക്കാം. നിന്റെ മുന്നിൽ അവനെ തെറ്റുകാരനാവട്ടെ, നീ അവനെ കുറിച്ച് ആവശ്യമില്ലാത്തത് പറയാൻ ആളല്ല. ഒരാളുടെ നന്മ മാത്രമാണ് നിനക്ക് പറഞ്ഞു നടക്കാനുള്ള യോഗ്യതയുള്ളൂ. ആരെക്കുറിച്ചും ആവശ്യമില്ലാത്തത് പറയരുതേ, പുലമ്പരുതേ. വലാ തനാബസൂ ബിൽ അൽഖാബ്. ആവശ്യമില്ലാത്തതാകുന്ന ലഖബുകൾ, അവർക്ക് പരിഹാസ്യ രൂപേണയുള്ള വചനങ്ങൾ, അവരുടെ പേരുകൾ വിളിച്ചുകൊണ്ട് അവരെ മോശപ്പെടുത്തരുതേ. ഇരട്ട പേരുള്ള ആളുകൾ ഉണ്ടാകും. ആ ഇരട്ട പേര് വിളിച്ച് ജനങ്ങളുടെ മുന്നിൽ അവരെ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞ് ഇകഴ്ത്തരുതേ. ഇലക്ഷൻ ഇന്ന് വരും നാളെ പോകും. ജനങ്ങളുമായിട്ടുള്ള ബന്ധം നിനക്ക് അനിവാര്യമാണ്. വലാ തൽമിസൂ അൻഫുസകും വലാ തൽമിസൂ നിങ്ങൾ ഒരിക്കലും അന്യോന്യം കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ട് സംസാരിക്കരുതേ. ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞ് ജനങ്ങളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തരുതേ. വലാ തനാബസൂ ബിൽ അൽഖാബ് വലാ തനാബസൂ ബിൽ അൽഖാബ്. പരിഹാസരൂപേണയുള്ള പേരുകൾ, ഇരട്ട പേരുകൾ വിളിച്ചുകൊണ്ട് ആളുകളെ നിങ്ങൾ അധിക്ഷേപിക്കരുതേ. ബിഇസൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശത്തിൽ നിലകൊള്ളുന്ന ഒരു സത്യവിശ്വാസിക്ക് ഒരാളെ മോശപ്പെട്ട പേര് വിളിക്കൽ അനുയോജ്യമല്ല. അത് ഏറ്റവും മോശപ്പെട്ട ശൈലിയാണ്. അത് മാറ്റേണ്ട കാലം അതിക്രമിച്ചു എന്ന് പരിശുദ്ധമായ ഖുർആൻ. ആവശ്യമില്ലാത്ത വചനങ്ങൾ പറഞ്ഞ് മുസ്ലിമായ മനുഷ്യ, മുസ്ലിമായ സഹോദരി, നിങ്ങൾക്കിടയിലുള്ള സ്നേഹബന്ധങ്ങളെ ഇല്ലാതാക്കരുതേ. പാടില്ല. മറ്റുള്ളവരെ പരിഹസിക്കുക പോലും അരുതേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. ആവശ്യമില്ലാത്തൊരു വാക്കും പറയണ്ട. നാവിനെ ശ്രദ്ധിക്കുക. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, റഅയ്തുന്നാർ വറഅയ്തു ഫിഹാ ഇംറഅതാ. കത്തിച്ചൊലിക്കുന്ന നരകം ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടുപോയി സ്വഹാബ. ആ നരകത്തിൽ ഒരു പെണ്ണിനെ കാണുകയാണ്. മുഅല്ലിഖതൻ ലിസാനഹാ ഇലൽ ഉസ്തവാനതി മിനന്നാർ. നരകത്തിൽ
നരകത്തിലെ തൂണിനോട്, നരകത്തിലെ തീജ്വാലകൾ പടർത്തപ്പെട്ട തൂണിലേക്ക് അവരുടെ നാവിനെ വലിച്ചു നീട്ടി കെട്ടപ്പെട്ടതായി ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടപ്പോ മിഅ്റാജിന്റെ രാവിൽ ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു പോയി, മൻ ഹാദിഹി യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലേ ഈ ഹതഭാഗിയായ പെണ്ണ് നരകത്തിലെ നടുക്കളത്തിലുള്ള തീജ്വാലകൾ പടർത്തപ്പെട്ട തൂണിലേക്ക് നാവിനെ വലിച്ചു കെട്ടപ്പെട്ട നിലയ്ക്ക് ഞാൻ ഈ കണ്ടതാകുന്ന പെണ്ണ് ഏതാണെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, ഹാദിഹി ബദിയത്തുൽ ലിസാൻ ഐ തവീലത്തുൽ ലിസാനി യാ റസൂലല്ലാഹ്. നീളമുള്ള പെണ്ണാണ് നബിയേ. ഭർത്താവിനോട്, നാട്ടുകാരോട്, അയൽവാസികളോട്, കൂട്ടുകാരികളോട്, ബന്ധുമിത്രാദികളോട് എല്ലാവരോടും വഴക്കടിക്കുന്നവളാ. സംസാരത്തിന് ശ്രദ്ധ പുലർത്താതെ ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞുകൊണ്ട് നടക്കുന്നവളാണ്. അവനാണ് നരകത്തിലെ നടുക്കളത്തിലെ തൂണിലേക്ക്, തീജ്വാലകൾ പടർത്തപ്പെട്ട തൂണിലേക്ക് നാവിനെ വലിച്ച് കെട്ടപ്പെട്ടതായി ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടുപോയത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. സംസാരം ശ്രദ്ധിക്കണേ, ആവശ്യമില്ലാത്ത ഭാഷണം പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറഞ്ഞുവല്ലോ, മൽ ഗീബതു അതദറൂന മൽ ഗീബതു, എന്താണ് പരദൂഷണമെന്ന് നിങ്ങൾക്കറിയുമോ? സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അഅലം, ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ അറിവുള്ളത് അല്ലാഹുവും റസൂലുമാണ് ഹബീബേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, ദിക്റുക അഖാക ബിമാ യക്റഹു, നിങ്ങളുടെ സ്വന്തം സഹോദരനെ കുറിച്ച് അവന് അനിഷ്ടകരമാകുന്ന വചനങ്ങൾ മറ്റുള്ളവരോട് പറയലാണ് പരദൂഷണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മറ്റൊരാളെ കുറിച്ച് അയാളിൽ ഉള്ളത് പറയൽ തന്നെയാണ് ഏറ്റവും വലിയ ഗീബത്ത് എന്നറിയണേ. പാടില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ദാ, നിങ്ങളിൽ ഒരാളും മറ്റൊരാളെ കുറിച്ച്, അപരനെ കുറിച്ച് ആവശ്യമില്ലാത്തത് പറയരുതേ. അല്ലാഹുവിന്റെ റസൂലിനോട് അനുയായികൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അഫറഅയ്ത ഇൻ കാന ഹുവ ഫീഹി, ആ പറയുന്ന വിഷയം അവനിലുള്ള വിഷയമാണെങ്കിലോ റസൂലേ, അവനിലുള്ള തെറ്റാണ് ഞങ്ങൾ പറയുന്നത് എങ്കിൽ പ്രശ്നമുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അന്യനെ കുറിച്ച് അവനിൽ ഉള്ളത് പറയലാണ് ഗീബത്ത്, അവനിൽ ഇല്ലാത്തത് പറയൽ കളവാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. പരദൂഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം അവൻ ഉണ്ടായിട്ടല്ലേ, അവനങ്ങനെ ചെയ്തിട്ടല്ലേ ഞങ്ങൾ പറയുന്നത്, അവൻ കുറ്റക്കാരനാണല്ലോ, അതല്ലേ ഉസ്താദേ പറയുന്നത്. അതെ, അയാൾ കുറ്റം ചെയ്യട്ടെ, അയാളെ കുറിച്ച് പറയാൻ നീ യോഗ്യനല്ല. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, അയാളുടെ കാര്യം നോക്കാൻ അല്ലാഹു ഉണ്ട്. അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്താലോ? പടച്ചോന് ഗഫൂറുൻ റഹീമും അല്ലേ? നിന്റെ കുറ്റം ആര് പുറത്തു തരും? നീ നാട്ടുകാരോടൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കാൻ. ഇന്നിപ്പോ സമൂഹത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം മറ്റൊരാളുടെ ഒരു കുറ്റം അറിഞ്ഞാൽ അതൊരു 20 പേരിലേക്കെങ്കിലും നമ്മൾ എത്തിക്കും. അതിന്റെ ജോലി നമ്മൾ ഏറ്റെടുത്തിരിക്കുക. മുമ്പൊക്കെ ആണെങ്കിൽ ഫോൺ വിളിച്ച് പറയണം, അപ്പൊ ഒന്നും വേണ്ടല്ലോ, വാട്സാപ്പിൽ ഏതെങ്കിലും ഗ്രൂപ്പിലേക്ക് പതുക്കെ ഫോർവേഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തേക്കാം, സൗകര്യം. അതെവിടേക്ക് എത്തുക? അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അപ്പൊ പാണക്കാട് തങ്ങളെ കുറിച്ച് ഒരാള് ആവശ്യമില്ലാത്തൊരു ചിത്രം ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടു, അവസാനം അവനെ ഒഴിവാക്കി പോയി. പക്ഷെ ആളെ പോക്കി പേര് വന്നപ്പോ പ്രവാചകന്റെ പേരാണ്. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അത് ഞാൻ പറഞ്ഞു, എന്ത് തെറ്റുകുറ്റം കണ്ടാൽ അതിലൊക്കെ നമ്മുടെ കോമുണ്ടോ? നേരത്തെ പറഞ്ഞില്ല, കരുനാഗപ്പള്ളിയിൽ വെട്ടും കുത്തും കിട്ടിയെന്ന് പറഞ്ഞില്ല, അവസാനം അതിനകത്ത് പരിശോധിച്ചു. ഞാൻ ഓർത്ത് ഇത്ര വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ എന്തായാലും നമ്മുടെ കോമൊന്നും ഉണ്ടാവില്ല. നോക്കിയപ്പോ അതിനകത്തുണ്ട് മണ്ണന, നൗഫല്, പെട്രോൾ, ഡീസൽ, ഹുസൈൻ, പല പേരാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാണ്.
നമ്മുടെ ഗവൺമെന്റ് ഒക്കെ ഇരട്ട പേര് കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടണം. മണ്ണെണ്ണ നൗഫൽ അതവന്റെ തലവഴി വെച്ച് കത്തിച്ചിരുന്ന സമാധാനം ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവർ അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കാം. വെറുതെ അങ്ങ് പേരിട്ട് കഴിക്കാം. പണ്ട് മണ്ണെണ്ണ എടുത്തങ്ങാണ്ട് ഇവനെ പ്രസവിച്ചിട്ടാണ് അങ്ങനെയാണ് പേര് വീണത്. അല്ല മണ്ണെണ്ണ ഒഴിച്ച് പിന്നെ ആരെയും കത്തിച്ചിട്ടൊന്നുമില്ല. പേര് വീര അങ്ങനെയൊക്കെയാണല്ലോ. കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര സംഭവം. നമ്മുടെ കൗമാനി എല്ലാ തെറ്റുകുറ്റങ്ങളിലും എവിടെയെങ്കിലുമൊക്കെ പേരുണ്ടാവും. ഒരു 5 പേരുണ്ടെങ്കിൽ അതിൽ 2 എണ്ണം ബറക്കത്തിൽ കടക്കട്ടെ നമ്മളെ. എന്തുകൊണ്ടാ പ്രശ്നം? മദ്രസ വിദ്യാഭ്യാസം പഴയ കാലത്തെ അപേക്ഷിച്ച് ഇന്ന് ഉണ്ടെന്ന് പറഞ്ഞാലും പൂർണ്ണതയില്ല, പൂർണ്ണമായി പഠിക്കുന്നില്ല. പണ്ട് 7ാം ക്ലാസ്സിലുള്ള 7 വരെ പൂർത്തിയാക്കി പഠിക്കും. ഇന്നിപ്പോ എങ്ങനെയാ? ഇന്ന് അര ക്ലാസ്സിൽ 1ാം ക്ലാസ്സിൽ എല്ലാവരും ഉണ്ട്. ക്ലാസ് നിറഞ്ഞ് വെളിയിലിരിക്കുക, തല വെളിയിലിട്ടോണ്ടാ പിള്ളേർ കേൾക്കുന്നത്. 1ാം ക്ലാസ്സിലെത്തിയപ്പോ 5 എണ്ണം കുറഞ്ഞു, 2ലേക്ക് എത്തിയപ്പോ ഒരു 10 എണ്ണം കുറഞ്ഞു. അവസാനം 5ാം ക്ലാസ് ക്ലാസ് ആയത് വരുന്നപ്പോഴത്തേക്കും 10 പേരേ ഉള്ളൂ. 7ാം ക്ലാസ് വന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് 6ആയി ചുരുങ്ങി. 10ലേക്ക് എത്തുമ്പോഴത്തേക്കും അത് 3ആയി. +2ലേക്ക് എത്തിയപ്പോ ഒരാളെ. എന്താ പ്രശ്നം? നമ്മൾ തന്നെ വിദ്യാഭ്യാസത്തിന്, മദ്രസ വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നം അതിന് പ്രായപൂർത്തി എത്തിയെന്നാ പറയുന്നത്. അപ്പൊ സ്കൂളിലെ MA-ക്ക് വിടുന്നുണ്ട്, BA-ക്ക് വിടുന്നുണ്ട്, എഞ്ചിനീയർ വിടുന്നുണ്ട്. അവസാനം ചൈനയ്ക്ക് പറഞ്ഞിരിക്കുകയാണ് ഇപ്പൊ മോളെ MBBS കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് വിട്ടിട്ട് വന്നിരിക്കുക വാപ്പ. മുമ്പൊക്കെ ഇവിടുന്ന് എറണാകുളത്തേക്ക് പഠിക്കാൻ പോകും, വാപ്പ കൂടെ പോകും. ഇപ്പൊ രാത്രി കല്ലട ബസ്സിൽ കയറ്റിയൊക്കെ വിടുകയാണ്. അസ്സലാമലൈക്കും, ടാറ്റാ ബൈ ബൈ. ആളെ എങ്ങോട്ടേ പോയാൽ അവിടെ എത്തി, പാലായിലെത്തി, റാഹത്തേന്ന് പറയും. ബ്രില്യന്റ് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇങ്ങോട്ട് മെസ്സേജ്. ഇവിടുന്ന് പോകുന്ന വണ്ടിക്ക് കയറ്റി വിടുകയാണ്. പേടിയൊക്കെ പോയി, പഴയ കാലമൊക്കെ പോയി. പെണ്ണുങ്ങൾ പറയാണ് വാപ്പ മൊബൈൽ കിട്ടിയാൽ മതി, മൊബൈലിനാണ് നല്ല റാഹത്തായിട്ട് നല്ലൊരു സിനിമയൊക്കെ കണ്ടങ്ങ് എത്തുമ്പോൾ 2 സിനിമ കാണുമ്പോഴത്തേക്കും പാലായിലെത്തി. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അപ്പൊ 10ാം ക്ലാസ് കഴിയുമ്പോൾ മദ്രസ നിർത്തിക്കൊണ്ടിരുന്ന പിതാവിന് 10 കഴിഞ്ഞും +2 വിടാം, സ്കൂൾ തലത്തിൽ BA-ക്ക് വിടാം, MA-ക്ക് വിടാം, എഞ്ചിനീയറിംഗിന് വിടാം, ഡോക്ടറേറ്റിന് വിടാം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ വിടുന്നു. 30 വയസ്സെത്തിയിട്ട് മകളെ കെട്ടിക്കുന്നില്ല. എന്താ കാര്യം? എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കാന്ന് പറയും. അപ്പൊ ഒരു വിഷയമില്ല. അപ്പൊ പ്രായപൂർത്തി എത്തിയതല്ല വിഷയം. ഭൗതികതയോട് താല്പര്യം, ദീനിനോട് താല്പര്യം കുറഞ്ഞു, അവിടെയാണ് വിഷയം. അതുകൊണ്ട് നിങ്ങൾ പരിശോധിച്ച് നോക്ക്, ഡോക്ടറേറ്റിന് പഠിക്കുന്ന വിദ്യാർത്ഥികളിലൊക്കെ മിക്ക കുട്ടികളും ഒക്കെ ലഹരിക്കടിമപ്പെട്ട മക്കളായി മാറി. അല്ലാഹു കാക്കുമാറാവട്ടെ. ഈ അടുത്തിടെ കണ്ടില്ല ഓരോ വിഷയങ്ങൾ, എത്രയോ വിഷയങ്ങളുണ്ട്. ഡോക്ടർമാരുടെ പ്രശ്നങ്ങളൊക്കെ പല രീതിക്കുള്ള വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അതിനുള്ളിൽ സേഫ്റ്റി പിന്ന് വെച്ച് മറന്നു പോകുന്ന ആളുകൾ, കയ്യുറ വെച്ച് മറന്നു പോകുന്ന ആളുകൾ പലതും കാണുകയാണ്. അതൊന്നും ഒരു വിഷയമല്ല, അവിടെ ഇരുന്നോട്ടെ എന്നാ പറയുന്നത്. 5 കൊല്ലം കഴിഞ്ഞാലും വിഷയമില്ല എന്ന് പറയുന്ന ആളുകൾ വരെ ലോകത്തുണ്ട്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇത് വർഷങ്ങളായി തുടങ്ങിയിട്ട് ഇന്നും നിലയൊന്നും അല്ല. കാരണം പല ഡോക്ടർമാരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന ആളുകളെ തന്നെ സ്വല്പം അടിക്കുന്ന ടീംസ് വരെയുണ്ട്. അങ്ങനത്തെ അവസ്ഥയിലേക്ക് എത്തി. കാരണം ലഹരിയുമായി ബന്ധപ്പെട്ട ജീവിതം ഇത് ചെറുപ്പത്തിലെ തുടങ്ങിയതാ. അവരവരുടെ പഠനകാലത്ത് തുടങ്ങിയ സംഭവം അത് അവരിങ്ങനെ തുടർത്തിക്കൊണ്ടിരിക്കും. ഇവിടെ മുന്നിലാണ് നമ്മൾ ഓപ്പറേഷന് വേണ്ടി പോയി കടന്നു കൊടുക്കുന്നത്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വലിയ വിഷയമാണ്. ഇതാരും ഇത് ചർച്ച ചെയ്യുന്നില്ലല്ലോ, സമൂഹം ഇതിനെക്കുറിച്ച് ഉത്ബുദ്ധരാകുന്നില്ലല്ലോ. അപ്പൊ ചെറുപ്പം മുതലേ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു ശിക്ഷണമുണ്ട്. ലഹരി അത് ഹറാമാണ്. അൽ ഖംറു മുസ്കിറുൻ വകുല്ലു മുസ്കിരിൻ ഹറാമുൻ. എല്ലാ ബുദ്ധിയെ മറക്കുന്നതാകുന്ന വസ്തുക്കളൊക്കെ തന്നെ ഹറാമാണ്, നിഷിദ്ധമാണെന്നുള്ള തിരിച്ചറിവ് ചെറിയ പ്രായത്തിലെ കുട്ടികൾ കൊടുത്താൽ അവർ ഈ ലഹരിയിലേക്ക് ഒന്നും തിരിയൂല. അതുകൊണ്ടാണല്ലോ ഈ സദസ്സിലിരിക്കുന്ന ഭൂരിഭാഗം ആളുകളും അത്തരത്തിലുള്ളതാകുന്ന കാര്യങ്ങളിലേക്ക് പോകാത്തതുകൊണ്ടാണ്. ഈ ഉമ്മത്തിൽ തന്നെ പല ആളുകളും ഇന്നും ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മറച്ചു പിടിച്ചുകൊണ്ട് ലഹരി ഉപയോഗിക്കുന്നതിന്റെ കാര്യം എന്താ? മറ്റു മതങ്ങളിലും ആ മറയില്ലല്ലോ. ഇപ്പൊ ആ ദുഃഖവള്ളി വരുന്നു, പ്രസവയാഴ ദുഃഖവള്ളി, ഓരോ ദിവസങ്ങൾ വരെയാണ്. ആ ദിവസങ്ങളിലൊക്കെ ലഹരി നുണഞ്ഞുകൊണ്ട് നിൽക്കുന്ന എത്ര ആളുകളുണ്ട്? കള്ളു കുടിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ആളുകളുണ്ട്. കള്ള് അവരുടെ മതത്തിൽ ഹലാലാണ്, അനുവദനീയമാണ്. കുടുംബവും ഒന്നിച്ചിരുന്നുകൊണ്ട് കള്ളു കുടിക്കുന്നവരുണ്ട്. ഒന്നിച്ചിരുന്നുകൊണ്ട് കള്ളുകുടിക്കുക, അച്ഛനും അമ്മയും മക്കളും ഒക്കെ ഒരുമിച്ചിരുന്നുകൊണ്ട് കള്ളുകുടിക്കുക. ആ ഒരു അവസ്ഥാവിശേഷം. ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്നുകൊണ്ട് എല്ലാ രാത്രിയിലും അല്പം സ്വല്പം ഒന്ന് കള്ളുകുടിച്ചിട്ട് കടന്നുറങ്ങുന്നതാകുന്ന എത്ര കുടുംബങ്ങൾ ക്രൈസ്തവത്തിലും ഹൈന്ദവത്തിലും കൊണ്ട് എത്ര ആളുകളുണ്ട്. അവരുടെ ആചാര അനുഷ്ഠാനങ്ങളൊന്നും നമ്മുടെ സമൂഹത്തിലേക്ക് അത്രമേൽ ആകർഷകമാകാത്തത് എന്തുകൊണ്ടാണ്? ഈ മദ്രസ വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിനെ തീർച്ചയായും നിസ്സാരവൽക്കരിക്കരുത്, ഗൗരവമായി നമ്മൾ കാണണം.
ഇന്ന് പലരും ഇതിനെയൊക്കെ നിസാരവൽക്കരിച്ച് ആഴ്ചയിൽ 2 ദിവസം മാത്രം പേരിന് ഒന്ന് മദ്രസയിൽ കൊണ്ടുവിടുക, ശനി ഞായറും മാത്രം. ബാക്കിയുള്ള ദിവസം വിടാൻ പറ്റൂല ഉസ്താദെ. എന്താ കാരണം? രാവിലെ ബസ് വരും, സ്കൂളിലെ ബസ്. അപ്പൊ നിന്റെ ഇഷ്ടം ഏതാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ബാക്കിയുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ടല്ലോ, അതവര് വേറെ സ്കൂളിലാണ്. അപ്പൊ നീ വിടുന്നത് ഏതാ? നിനക്ക് ഭൗതികം താല്പര്യമുള്ളതാകുന്ന സ്കൂളിലേക്കാണ് നീ വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് അതനുസരിച്ച ബസ് വരുന്നത്. 8 മണി വരെയാണ് മദ്രസയുടെ ടൈമെങ്കിൽ ഇവന് ബസ് സ്കൂളിലേക്ക് വിടണമെങ്കിൽ 7:30 ആകുമ്പോഴെങ്കിലും വീട്ടിലേക്ക് വിടണം. രാവിലെ 6:30 ക്ലാസ് തുടങ്ങുന്നു, 6:30 കുളിച്ചൊരുക്കി ഇങ്ങോട്ട് വിടുന്നു. ആകെ അരമണിക്കൂർ ക്ലാസ്. സാധാരണ നേരത്തെ പറഞ്ഞിരിക്കണം 7:15 ആകുമ്പോൾ തിരിച്ചു വിടണോ. എന്നിട്ട് നമ്മൾ ഇതേ കുട്ടി തന്നെ നാളെ ലഹരിക്കടിമപ്പെട്ട കുട്ടിയായി, തെമ്മാടിയായി, റൗഡിയായി, നമുക്ക് ഉപയോഗപ്പെടാത്ത മക്കളായി മാറുമ്പോ നമ്മുടെ ഒരു പറച്ചിലുണ്ട്, അവിടെ ആ മദ്രസയെ വിട്ടിട്ടൊന്നും ഒരു കാര്യം, അവിടെ നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല. പണ്ട് നമ്മളെ പഠിപ്പിച്ച സദർസാദുണ്ട്, സൂപ്പർ ഓതിയിലായിരുന്നു. നിങ്ങൾ ഓതിയിരുന്ന കാലഘട്ടത്തിൽ സുബൈ മുതൽ മഗ്രിബ് വരെ ഓത്തുണ്ടായിരുന്നു. നിങ്ങൾ ഓതുകയും ചെയ്യും, നിങ്ങളുടെ വാപ്പായുമായും പറഞ്ഞു വിടും. ഇന്നത്തെ തലമുറയിൽ അരമണിക്കൂറായി അത് ചുരുങ്ങി. അതിന്റെ പ്രശ്നമാണ്. എവിടെയാണ് പിഴവ് സംഭവിച്ചതെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ അതിനോട് താല്പര്യം കാണിക്കാതെ രക്ഷപ്പെടൂല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സമയം കണ്ടെത്തി, ദീനിന് വേണ്ടി സമയം കണ്ടെത്തി അതിനുവേണ്ടി പരിശ്രമിക്കണം. അതാണ് ഏറ്റവും വലിയ കാര്യം. അതിന് നമ്മൾ സമയം കണ്ടെത്തണം. ദുനിയാവിന്റെ പിറകെ ഓടിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ 2 മാസക്കാലം +2 കഴിഞ്ഞ മക്കൾക്ക് വരെ എന്തു കൊടുക്കാം എന്ന ചിന്ത നമുക്ക് വരണം. +2 മദ്രസയിൽ കഴിഞ്ഞു, ആ പ്രായമാണ്. ആ കുട്ടികൾക്ക് എന്ത് വിദ്യാഭ്യാസം കൊടുക്കാം? പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് കൊടുക്കാം? മിക്ക മഹല്ലുകളിലും 30 ദിവസം 40 ദിവസം വെക്കേഷൻ ക്ലാസുകൾ വെക്കാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ. എന്താ കാരണം? അനിവാര്യമാണ് ഇന്നത്തെ കാലത്ത്. നമ്മളിപ്പോ എല്ലാം അറിയാമെന്ന് പറയുന്ന പലർക്കും നിസ്കാരത്തിന്റെ ഷർത്തുകളും ഫർളുകളും സുന്നത്തുകളും വുളൂഇന്റെ ഷർത്തും ഫർളും സുന്നത്തും ആദാബുകളും ഒന്നും അറിയില്ല. വിവാഹത്തിന് മുമ്പ് കൊടുക്കേണ്ട ക്ലാസുകൾ നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കൽ അനിവാര്യമാണ്. പലരും വൈവാഹിക ജീവിതം എന്ന് പറയുന്നത് ഏതെങ്കിലും പോൺ സ്റ്റാറുകളുടേതാകുന്ന രതിക്രീഡകൾ കണ്ടിട്ട് അതാണ് ജീവിതമെന്ന് കണ്ടിട്ട് അതനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കാൻ കാട്ടിക്കൂട്ടലായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് എന്തായി? വൈവാഹിക ജീവിതമൊക്കെ തകർന്നു തരിപ്പണമായി. ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ ഡൈവേഴ്സിലേക്ക് പോകുന്ന, ഒഴിവായി തരണമെന്ന് ഭാര്യ തന്നെ കുടുംബങ്ങളോട് അവകാശപ്പെടുന്ന, ആവശ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മുടെ കുടുംബാന്തരീക്ഷം മാറി. പഠനത്തിന്റെ കുറവാണ്, അറിവില്ലായ്മയുടെ കുറവാണ്. മദ്രസയിൽ പഠിച്ചതാകുന്ന ചില വിഷയങ്ങൾ പകുതിക്കിട്ട് നിർത്തിപ്പോന്നിരിക്കാൻ 5ാം ക്ലാസ് കൊണ്ട് മതിയാക്കി. ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി വീടിന്റെ ഉമ്മറത്ത് കൊണ്ടുവന്ന് തൂക്കി വെച്ചത് കൊണ്ട് മാത്രം വലിയ ആലിമാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. എവിടെ എത്തിയിട്ടില്ല. 7ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുകയാണ് ചില ആളുകൾ. ഒരിക്കലും ആയിട്ടില്ല. വീണ്ടും വീണ്ടും അറിവ് പഠിച്ചുകൊണ്ടേയിരിക്കണം, വിജ്ഞാനം നുകർന്നുകൊണ്ടേയിരിക്കണം. മനുഷ്യനെന്ന് പറഞ്ഞാൽ എപ്പോഴും മറന്നുപോകും ഏത് വിഷയവും. അതുകൊണ്ടാണല്ലോ എല്ലാ റമദാൻ വരുമ്പോഴും നമ്മൾ എപ്പോഴും ഉസ്താദുമാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഉസ്താദെ ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റും? എല്ലാ റമദാൻ വരുമ്പോഴും നമ്മൾ വീണ്ടും വീണ്ടും ചോദിക്കും. കാരണം എന്താ? അത് പഠിച്ചതാണ്, അതിനെക്കുറിച്ച് അറിവുണ്ട്. വളരെ അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം നിനക്ക് അത് അനുവദിക്കപ്പെട്ടിരിക്കാൻ. നരമ്പുകളിലൂടെ എടുക്കാൻ പറ്റുമോ, അതല്ല മസിലൂടെ എടുക്കാൻ പറ്റുമോ? നരമ്പും മസിലും അത് മനുഷ്യന്റേതാകുന്ന ഉള്ളാണോ അല്ലേ എന്നതിനെ കുറിച്ചുള്ള ചർച്ചയാണ്. നരമ്പിനെ കുറിച്ചുള്ള ചർച്ചയിൽ പണ്ഡിതന്മാര് 2 അഭിപ്രായം. ഒരു വിഭാഗം അഭിപ്രായപ്പെട്ടു നരമ്പിലൂടെയുള്ളതാകുന്ന ഇഞ്ചക്ഷനുകൾ അത് ഉള്ളിലേക്ക് പ്രവേശിക്കലായി മാറും, അങ്ങനെയാണെങ്കിൽ നോമ്പ് മുറിയും. മറ്റൊരു വിഭാഗമേ നരമ്പും ഏതുപോലെ തന്നെയാണ്, മസിലുകൾ പോലെ തന്നെയാണ്, മാംസത്തിന്റെ പോലെ തന്നെയാണ്, പ്രശ്നമല്ല എന്ന് മറ്റൊരു വിഭാഗം. ഈ 2 കാഴ്ചപ്പാടുള്ളത് കൊണ്ട് നമുക്ക് റാഹത്തായി. ദീനിന്റെ വിഷയത്തിൽ അങ്ങനെ അഭിപ്രായം വരാം, മസലകളിൽ അഭിപ്രായം വരാം. ആദർശത്തിലെ വൈരുദ്ധ്യത പാടില്ലാത്തതേ ഉള്ളൂ. മസലകളുടെ ഈ വിശാലത ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. വളരെ അവിഭാജ്യ ഘടകമെന്ന് തോന്നുവാണെങ്കിൽ പകൽ സമയത്ത് നിനക്കൊരു ഇഞ്ചക്ഷൻ അനുവദിക്കും. അതല്ല എങ്കിൽ ഒഴിവാക്കൽ നല്ലത്. പകൽ ഒഴിവാക്കുക, ഏറ്റവും സൂക്ഷ്മത അതാ. അവിഭാജ്യമാണ്, ചെയ്തേ പറ്റൂ ഇഞ്ചക്ഷൻ എങ്കിൽ അത് എടുത്തോളി. അതിന് പറ്റുന്ന പണ്ഡിതന്മാരുടെ ആ വചനം നമ്മൾ ഉൾക്കൊള്ളി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, ഈ രീതിയിൽ നമ്മൾ പഠിച്ചു വെച്ച ഈ മസല എല്ലാ വർഷവും ആവർത്തിക്കുന്നു. എന്തുകൊണ്ടാണ്? മനുഷ്യൻ എങ്ങനെയാണ് മറന്നുപോകും, എപ്പോഴും നമുക്ക് പഠിച്ചുകൊണ്ടേയിരിക്കണം. ഈ രീതിയിലാണ് മനുഷ്യന്റെ ബുദ്ധി വികാസമെങ്കിൽ തീർച്ചയായും മദ്രസ വിദ്യാഭ്യാസം അതിനെ വീണ്ടും വീണ്ടും പുനരാവിഷ്കരണം ചെയ്തുകൊണ്ടിരിക്കണം, ഓർമ്മപ്പെടുത്തലാണ്. അതിനാണ് ഇത്തരത്തിലുള്ള വാദിന മജ്‌ലിസ്. ഇതിൽ തന്നെ പ്രായം പല ഭേദമുള്ള ആളുകളുണ്ട്. ചെറിയ മക്കളുണ്ട്, 60 ഉള്ളവരുണ്ട്, 40 ഉള്ളവരുണ്ട്, 30 ഉള്ളവരുണ്ട്, 68 ഉള്ളവരുണ്ട്. പല ഏജിലുള്ളവരെ ഒരുമിച്ച് കൂട്ടിയിട്ടാണ് ഈ വാദിന്റെ മജ്‌ലിസ്.
എന്താ കാര്യം? ഓർമ്മപ്പെടുത്തലാണ്. പരലോകത്തെക്കുറിച്ച്, നന്മയുടെ ലോകത്തെക്കുറിച്ച്, മഹ്ശറയെക്കുറിച്ച്, ഖബറിനെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്. ദുനിയാവല്ല ജീവിതം, പരലോകമാണ് യഥാർത്ഥ ജീവിതം. ഈ തിരിച്ചറിവ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുക്കുമ്പോഴാണ് മാറ്റമുണ്ടാവുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത് മക്കളിൽ കൊടുക്കണം. കേവലം +2 കഴിഞ്ഞിട്ട് മക്കളെ ഒഴിവാക്കി പിന്നെ കെട്ടിച്ചയക്കാൻ വേണ്ടി വിടലിനപ്പുറം അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ലാസുകൾ കൊടുക്കൽ അനിവാര്യമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടം ദാറുൽ അർഖമിൽ വെച്ചുകൊണ്ട് തന്നെ അനുയായികൾക്ക് രാത്രിയുടെ യാമങ്ങളിൽ ക്ലാസ് എടുത്തുകൊണ്ട് നിലകൊള്ളുമ്പോൾ ഒരു ചെറിയ കുട്ടി ആ ക്ലാസ്സിനുള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. മഹാനാകുന്ന മിസ്അബ് എന്ന ചെറുപ്പക്കാരനാണ് റളിയല്ലാഹു അൻഹു. അവിശ്വാസം പുൽകി നിലകൊള്ളുന്ന ആ ചെറുപ്പക്കാരൻ പ്രവാചകർ പറയുന്ന വചനങ്ങൾ സാഗൂതം ശ്രദ്ധതിരുത്തി കേൾക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ അൻകബൂത്തിലെ 64-ാമത്തെ വചനമാണ്. അന്ന് പ്രവാചകരുടെ ക്ലാസ്സിലെ പ്രധാന പ്രമേയ വിഷയം വമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ ലഹു വലഇബ് وإن الدار الآخرة لهي الحيوان لو كانوا يعلمون. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ അൻകബൂത്തിലെ 64-ാമത്തെ വചനം പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദാറുൽ അർഖമിൽ വെച്ചുകൊണ്ട് അവിടെ ഒരുമിച്ച് കൂടിയ അനുയായികൾ കോതിക്കൊണ്ട് റസൂലുള്ള ക്ലാസ് എടുക്കുകയാണ്. ദുനിയാവിനെ കുറിച്ച് കൃത്യമായി അളന്നു കുറിച്ചുകൊണ്ട് പ്രവാചകർ പറഞ്ഞു കൊടുക്കുന്നു. വമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ ലഹു വലഇബ്. ഈ ദുനിയാവിലേതാകുന്ന ജീവിതം, ഇവിടുത്തതാകുന്ന എല്ലാ കളിതമാശകളും ഇത് കേവലം ഭൗതികമാകുന്ന ലോകത്തെ ആസ്വാദനങ്ങൾ മാത്രമാണ്. ദുന്യവിയായ ആസ്വാദനം മാത്രമാണ്. ഇഹലോകത്തെ കളിതമാശകൾ മാത്രമാണ്. ഈ ദുനിയാവിലെ ഏതെല്ലാം വസ്തുക്കളെ എടുത്ത് നീ ചർച്ച ചെയ്താലും അതെല്ലാം ദുനിയാവിലെ കളിക്കോപ്പുകളാണ്. വഇന്ന ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ ലൗ കാനൂ യഅലമൂൻ. തീർച്ചയായും പരലോക ജീവിതം, ആഖിറത്തെ ജീവിതമാണ് യഥാർത്ഥ ജീവിതം. ജനങ്ങളെ അറിയണേ, ഉൾക്കൊള്ളണേ. ഈ മനോഹരമായ വചനമോദിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ക്ലാസ് എടുത്തുകൊണ്ട് നിലകൊള്ളുകയാണ്. ഈ ക്ലാസ് കേട്ടതാകുന്ന മിസ്അബ് എന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക മുഹമ്മദുർ റസൂലുള്ളാഹ്. ആരാധനക്ക് അർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. തീർച്ചയായും ഓ നബിയേ, തങ്ങൾ അല്ലാഹുവിന്റെ ദൂതനാണ്, പ്രവാചകനാണ്. ഞാനിതാ സാക്ഷ്യം വെക്കുന്നു എന്ന് പറഞ്ഞ് പ്രവാചകന്റെ കരം പിടിച്ച് മുസ്ലിമായതാകുന്ന മിസ്അബ് രഹസ്യമായി ഇബാദത്തുമായി മുന്നോട്ട് പോകവേ ഒരാൾ ഒറ്റുകയാണ് ശത്രുക്കളോട് പറഞ്ഞു കൊടുക്കുന്നു. നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാകുന്ന മിസ്അബ് എന്ന ചെറുപ്പക്കാരൻ ധനാഢ്യനായ മനുഷ്യനാണ്. ധനാഢ്യനായ മനുഷ്യനാണ്. വലിയ ധനികരുടെ കുടുംബത്തിൽ പിറന്ന മനുഷ്യനാണ്. എല്ലാ ദിവസവും പുതുവസ്ത്രം അണിഞ്ഞുകൊണ്ട് നടന്ന മനുഷ്യനാണ്. എല്ലാ ദിവസവും മനോഹരമായ പാദരക്ഷകൾ ധരിച്ചു നടന്നവനാണ്. ഏറ്റവും മുന്തിനം വാഹനത്തിൽ മുന്തിനം ഭക്ഷണം കഴിച്ച് മനോഹരമായ കുടിനീരുകൾ കുടിച്ച് നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് നടന്നതായ മനുഷ്യനാണ്. കാണാൻ വലിയ ഗ്ലാമറുള്ള മിസ്അബ് റളിയല്ലാഹു അൻഹു. ആ മിസ്അബ് റളിയല്ലാഹു അൻഹു വീണ്ടും ദുനിയാവിനോടുള്ള പരിത്യാഗം തുടങ്ങുകയാണ്. പരിശുദ്ധ ഖുർആനിലെ മനോഹരമായ സൂറത്തുൽ അൻകബൂത്തിലെ ദുനിയാവിനോടുള്ള പരിത്യാഗത്തിന്റെ വചനം കേട്ടപ്പോ ദുനിയാവിനോട് വെറുപ്പാണ്. ആഖിറത്തെ കരഗതമാക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. വഇന്ന ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ ലൗ കാനൂ യഅലമൂൻ. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ അൻകബൂത്തിലെ 64
രണ്ടാമത്തെ വചനം കേട്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നതായ മിസ്അബ് ജീവിതകാലം അത്രയും പരിപൂർണമായി സംശുദ്ധ ചെലുത്തുകയാണ്. പരിപരുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. പിന്നീട് നല്ല വസ്ത്രം ബഹുമാനപ്പെട്ടവർ മരണം വരെ ധരിച്ചിട്ടില്ല. എല്ലാ ദുന്യവിയായ ആസ്വാദനങ്ങൾ ബഹുമാനപ്പെട്ടവർ ഉപേക്ഷിക്കുകയാണ്. മുന്തിനം വാഹനങ്ങൾ ഉപേക്ഷിക്കുകയാണ്. മുന്തിനം ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കുകയാണ്. മുന്തിനം കുടിനീരുകളെ ഉപേക്ഷിക്കുകയാണ്. മുന്തിനം കിടക്കകളെ ഉപേക്ഷിക്കുകയാണ്. പാദരക്ഷകൾ മുന്തിനം ഉപേക്ഷിക്കുകയാണ്. മുന്തിനം ഉടയാടകൾ ഉപേക്ഷിക്കുകയാണ്. എല്ലാ കൂടിയ വസ്ത്രധാരണങ്ങളും പരിപൂർണമായി ഒഴിവാക്കുകയാണ്. അല്ലാഹുവിലേക്ക് തന്റെ ഹൃദയത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ട് മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു നിലകൊള്ളുകയാണ്. ചെറുപ്പക്കാരാ, പഠിച്ചു വെക്കേണ്ട പാഠമാണ്. കേവലം 5000-നും 10,000-നും വാപ്പയുടെ പ്രായമുള്ളവരെ കൊന്നുകളയാൻ ഇറങ്ങിത്തിരിക്കുന്ന കൊട്ടേഷ സംഘത്തിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് ഏറ്റവും വലിയ പഠനമാണ് മക്കയിലെ പ്രവാചകരുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ മുത്തുനബിയുടെ കരം പിടിച്ചുകൊണ്ട് ഭൗതിക ലോക ആഡംബരാസ്വാദനങ്ങൾ മുഴുകി ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ അതെല്ലാം ഉപേക്ഷിച്ച് കാറ്റിൽ പറത്തി ദീനിലേക്ക് പരിപൂർണമായി മടങ്ങി സംശുദ്ധമാക്കപ്പെട്ട ജീവിതം നയിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ചതാകുന്ന മിസ്അബ് ഒരുപാട് പ്രയാസങ്ങൾ നേരിടുകയാണ്. അവസാന പ്രവാചകരുടെ അധ്യാപനം വന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ശിഷ്യനായ മിസ്അബ് എന്ന ചെറുപ്പക്കാരൻ ഇതാ മക്ക വിട്ടുകൊണ്ട് അങ്ങകലെ ഹബശയിലേക്ക് എത്യോപ്യയിലേക്ക് പലായനം ചെയ്യുകയാണ്. ഇന്നുള്ള യാത്ര പോലെയല്ല അന്ന് പരിശുദ്ധമാക്കപ്പെട്ട മക്കയിൽ നിന്ന് എത്യോപ്യയിലേക്ക് പലായനം ചെയ്യൽ വളരെ ദുർഘടമാണ്, പ്രയാസമാണ്. എല്ലാ പ്രയാസകരമാകുന്ന പാതകൾ താണ്ടി എത്യോപ്യയിലെത്തി അവിടെയുള്ള ജനങ്ങൾക്ക് ദീനീ ബോധനം കൊടുത്ത് അവസാന നബി തങ്ങളുടെ കൽപ്പന പ്രകാരം മക്കയിലേക്ക് തിരിച്ചു വന്ന് അവിടെ നിന്ന് വീണ്ടും മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. സർവ്വതും വെടിഞ്ഞുകൊണ്ട് പോവുകയാണ്. കുടുംബമില്ല, നാട്ടുകാരില്ല, വീട്ടുകാരില്ല, ബന്ധുക്കളില്ല, പുത്രകളത്താദികളില്ല. സാമ്പത്തികമാകുന്ന എല്ലാ അടിത്തറകളും പരിശുദ്ധമായ ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ച് തന്റെ എല്ലാ പ്രൗഢികളും മാറ്റിവെച്ചുകൊണ്ട് പരിപരുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് മദീന പുൽകുകയാണ്. അവസാന പ്രവാചകരുടെ ശിഷ്യത്വം സ്വീകരിച്ച് മദീനയിലെതാ ദീനീ പ്രസരണവുമായി നിലകൊള്ളുന്നു. അവിടെയുള്ള ജനങ്ങൾക്ക് ദീനീ പഠിപ്പിച്ചു കൊടുത്ത് നിലകൊള്ളുന്നു. പ്രവാചകരെ കടന്നു വരുമ്പോ നബിതങ്ങളെ സന്തോഷത്തോടുകൂടി അല്ലാഹുവിന്റെ റസൂലിനെ ആനയിച്ച കൂട്ടത്തിൽ മിസ്അബ് റളിയല്ലാഹു അൻഹു ഒന്നാമനായിരുന്നു. ആ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ബദറിൽ പങ്കെടുത്ത വ്യക്തിയാണ്. 313ഓളം വരുന്നതായ അങ്കുലി പരിമിതമാകുന്ന സ്വഹാബത്തിനോടൊപ്പം ബദറിലേക്ക് മാർച്ച് ചെയ്യാൻ അല്ലാഹു അവസരം കൊടുത്തതായ സ്വഹാബിയാണ്. പരിശുദ്ധമാക്കപ്പെട്ട ബദറിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയ വ്യക്തിയാണ്. ഹിജ്റയുടെ 3-ാം വർഷം കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് പരിശുദ്ധമാക്കപ്പെട്ട ഉഹദിൽ വെച്ച് അദ്ദേഹത്തിന്റെ കൈകളിൽ പതാക കൊടുക്കുകയാണ്. വലത് കൈയിൽ പതാക ഏന്തി ഇസ്ലാമിന്റെ ചുണക്കുട്ടിയായി ശത്രുക്കളോട് പോരാടിക്കൊണ്ട് ഖുറൈശികളോട് മല്ലയുദ്ധം നടത്തി പരിശുദ്ധമാക്കപ്പെട്ട ഉഹദിന്റെ താഴ്വാരങ്ങളെ സാക്ഷിയാക്കി ഉഹദ് രണാങ്കണത്തിൽ മാർച്ച് ചെയ്തുകൊണ്ട് നിലകൊള്ളുമ്പോ ശത്രുക്കൾ അദ്ദേഹത്തിന്റെ വലം കൈയിലേക്ക് വെട്ടുകയാണ്. വലം കൈ ഉതിർന്ന് താഴേക്ക് വീണപ്പോ ആ കൈയിലിരുന്ന പതാക ഇസ്ലാമിന്റെ പതാകയാണ്. നിലത്ത് പോകാതെ ഇടത് കൈയിലേക്ക് വെച്ചുകൊണ്ട് അദ്ദേഹം സംരക്ഷിക്കുകയാണ്. ഇടത് കൈയിൽ പിടിച്ചുകൊണ്ട് യുദ്ധത്തിന്റെ രണഭൂമിയിൽ നിലകൊള്ളുകയാണ്. ശത്രുക്കൾ വന്ന് ഇടത് കൈയിൽ വെട്ടി ബഹുമാനപ്പെട്ടവർ പതാക താഴെ പോയാൽ ഇസ്ലാമിനാണ് അതുകൊണ്ട് സ്ഥാനഭംഗം ഉണ്ടാവുക. ആ പതാക അദ്ദേഹത്തിന്റെ തോളിലേക്ക് ചേർത്ത് വെച്ചു. തോളിൽ വെച്ചുകൊണ്ട് രണ്ട് കൈകളും പരിപൂർണമായി നഷ്ടപ്പെട്ട് വെട്ടി തുറുക്കി തൂങ്ങിയതാകുന്ന പ്രായം ചെന്നതാകുന്ന മനുഷ്യന് മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു തോളിൽ വെച്ചുകൊണ്ടുള്ള പതാക തലപിടിച്ച് ചെരിച്ചു വെച്ചുകൊണ്ട് അതാ രണഭൂമിയിൽ വീണ്ടും യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. അവസാന ശത്രുക്കൾ വന്ന് അദ്ദേഹത്തിന്റെ നെഞ്ചിലും കഴുത്തിലും ഒക്കെ വെട്ടേക്കുകയാണ്. വെട്ടി ബഹുമാനപ്പെട്ടവരെ നിലത്തിട്ടു. പ്രവാചകർ സല്ലല്ലാഹു
അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ച മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഉഹദിന്റെ രണാങ്കണത്തിൽ ഷഹീദായി. യുദ്ധം കഴിഞ്ഞ് കിടക്കുന്ന രണഭൂമിയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ വന്ന അവസാനമായി പ്രവാചകർ നോക്കുമ്പോ 70ഓളം വെട്ടുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ശരീരമാസകലം വ്രണത്താൽ കിടക്കുന്നതായ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ കാണുകയാണ്. ശരീരമാസകലം മുറിവുണ്ട്, ശരീരമാസകലം മുറിപ്പാടുകളുണ്ട്, രക്തം വാർന്നൊലിച്ചതിന്റെ കാഴ്ച കണ്ട് നബി തങ്ങൾ വല്ലാതെ വിഷമിച്ചു പോയി. സഹാബത്ത് വന്നുകൊണ്ട് നബി തങ്ങളോട് പറയുകയാണ്, നബിയേ നബിയേ, ഞങ്ങളൊരു മസ്അലയുടെ വിഷയത്തിൽ വല്ലാത്ത ആശങ്കയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ടതാകുന്ന എളാപ്പ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു വരെ വെട്ടി വീഴ്ത്തിയതാകുന്ന ശത്രുക്കൾ ഉയർന്നു തുള്ളിക്കൊണ്ട് നിലകൊള്ളുന്നതാകുന്ന സാഹചര്യം അവസാന മുസ്ലിമീങ്ങൾക്ക് വലിയ വിജയം അല്ലാഹു നൽകിയെങ്കിൽ പോലും പ്രവാചകർക്ക് വേണ്ടതായ ഏറ്റവും വലിയ സമ്പത്തായിരുന്ന കുടുംബത്തിൽപ്പെട്ട പലരെയും നഷ്ടപ്പെട്ട ചരിത്രമാണ് ഉഹദ് രണാങ്കണത്തിന് പറയാറുള്ളത്. ബഹുമാനപ്പെട്ട മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ജനാസയുടെ വിഷയത്തിൽ അനുയായികൾ വന്നുകൊണ്ട് സങ്കടം പറയുകയാണ്, നബിയേ മിസ്അബിന്റെ തലയിലേക്ക് ജനാസയുടെ തുണി കൊണ്ടുവന്നിട്ടാൽ, ആ കഫൻ തുണി കൊണ്ട് അദ്ദേഹത്തിന്റെ തലയിലിട്ടാൽ കാല് വെളിവാകും റസൂലേ. ആകെയുള്ളത് ഒരു പുള്ളിപ്പുതപ്പാണ്, ആകെയുള്ളത് അദ്ദേഹത്തെ മറക്കാനുള്ളത് ഒരു പുള്ളിയുടെ പുതപ്പ് മാത്രമാണ്. ആ പുള്ളി പുതപ്പ് കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ തലയിലേക്ക് ഇട്ടാൽ കാല് വെളിവാകും റസൂലേ, കാലിലേക്ക് ഇട്ടാൽ തല വെളിവാകും ഹബീബേ. വല്ലാത്ത ദുഃഖം അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, ഞങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തെ ഖബറടക്കേണ്ടത്? സ്വഹാബത്തിന്റെ ഇടയിൽ 3 തുണി കഫൻ തുണി മാത്രമില്ല, 3 തുണി കഫൻ തുണി ഇല്ല എന്ന് മാത്രമല്ല, ഒരു തുണി പോലും അവരെ ഒന്ന് വൃത്തിയായിട്ടൊന്നിടാൻ പോലുമില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നിങ്ങൾ എന്നെ മിസ്അബിനെ ഖബറടക്കേണ്ടത് അദ്ദേഹത്തിന്റെ തലഭാഗത്തേക്ക് തുണിയിട്ട് മൂടുകയും അദ്ദേഹത്തിന്റെ കാൽഭാഗത്ത് പുല്ല് വെച്ചുകൊണ്ട് മരുഭൂമിയിലെ പുല്ല് വെട്ടിയെടുത്തിട്ട് കാലിൽ വെച്ച് കെട്ടിയിട്ട് മറവാടണേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഉഹദിന്റെ രണഭൂമിയിൽ സ്വഹാബത്ത് കൊണ്ടുവന്ന് ഖബറടക്കുമ്പോ നബി തങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, സഹാബാ സഹാബാ ലഖദ് റഅയ്തുഹു ബൈന അബവൈന ബിഅത്അമി ത്വആമി വശറാബ്. എന്റെ കണ്ണുകൊണ്ട് ഞാൻ നേർക്ക് നേരെ കണ്ടതാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്കിടയിൽ മനോഹരമായ ഭക്ഷണം കഴിച്ചുകൊണ്ട്, മാന്യമായ കുടിനീര് കുടിച്ചുകൊണ്ടും, വലിയ വസ്ത്രം ധരിച്ചുകൊണ്ട്, വലിയ ആഭരണങ്ങൾ ധരിച്ചുകൊണ്ട്, മനോഹരമായ ജീവിതം നയിച്ചുകൊണ്ട് നിലകൊണ്ടതാകുന്ന ഒരു കാലഘട്ടം എന്റെ കൺമുന്നിൽ ഞാൻ ഇപ്പോൾ കാണുന്നു. സഹാബ, നിങ്ങൾ ഈ കാണുന്ന ഒരവസ്ഥയിലേക്ക് അദ്ദേഹം എത്താനുള്ള കാരണമെന്നറിയുമോ? ഹുബ്ബുല്ലാഹി വറസൂലിഹി, അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള ഇഷ്ടമാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ദുനിയാവിനോടുള്ള പരിത്യാഗം എന്ന് റസൂലുള്ളാഹിയോടുള്ള മഹബ്ബത്ത് ഹൃദയത്തിൽ കടന്നുകൂടിയ ചെറുപ്പക്കാരൻ ദുനിയാവ് പരിപൂർണമായി ഉപേക്ഷിച്ച് നബിയുടെ കൈക്ക് പിടിച്ച് ഷഹാദത്ത് കലിമ ചൊല്ലി ആ പ്രവാചകരോടൊപ്പം പ്രതിസന്ധി ഘട്ടങ്ങളിൽ അടിയുറച്ചു നിന്ന് അവസാനം മക്കയിൽ നിന്ന് എത്യോപ്യയിലേക്ക് ഹിജറ പോയി. എത്യോപ്യയിൽ നിന്ന് തിരിച്ച് പ്രവാചകർ പറഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ വന്നു. മദീനയിലേക്ക് പോയി അവിടെയുള്ള ജനങ്ങൾക്ക് ഹിജറ ചെയ്തുകൊണ്ട് പരിശുദ്ധമായ ദീൻ പഠിപ്പിച്ചു കൊടുത്തു. അവസാനം ബദറിൽ പങ്കെടുത്തു. ഉഹദിൽ വെച്ചുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചു. ഒരു കാലഘട്ടത്തിൽ വസ്ത്രം കണ്ട് ശരീരം മൂടിയ മനുഷ്യൻ, അതും ഏറ്റവും മുന്തിനം വസ്ത്രം ധരിച്ചുകൊണ്ട് നടന്ന മനുഷ്യൻ, ഏറ്റവും മനോഹരമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് നടന്ന മനുഷ്യൻ, അവസാനം കുടിക്കാനില്ല, കഴിക്കാനില്ല, മാന്യമായ വസ്ത്രം പോലും ധരിക്കാനില്ല. വെട്ടുകൊണ്ട് രണഭൂമിയിൽ കിടക്കുമ്പോ കഫം തുണി പോലുമില്ല. തലയിലേക്ക് ഇട്ടാൽ കാല് വെളിവാവുകയാണ്, കാലൊന്ന് മൂടിയാൽ തല വെളിവാവുകയാണ്. അവസാന തലയിലേക്ക് തുണി കൊണ്ട്
കൊണ്ട് മൂടി കാലിന്റെ ഭാഗത്ത് വാറ്റി പുല്ല് കൊണ്ടുവന്ന് വെച്ച് കെട്ടിയിട്ട് ഖബറടക്കിയതാകുന്ന സ്വഹാബിയാണ് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. കണ്ണൂരിലുള്ള കാഞ്ഞിരത്തോടുള്ള പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട വാപ്പ, നമ്മുടെ മക്കൾക്ക് ഈ രീതിയിൽ പ്രവാചകരോടുള്ള സ്നേഹം കൊടുക്കാൻ ഈ കാലം അത്രയും നമുക്ക് സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ മക്കൾക്ക് ആർക്കെങ്കിലും ദീനിനോട് ഇതുപോലൊരു മഹബത്ത് കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇത്ര വേണ്ട, ഒരു അല്പമെങ്കിലും. ഈ വിശുദ്ധമായ റമദാനിൽ പോലും പരിശുദ്ധമായ ഖുർആൻ കൈകൊണ്ട് തൊടാത്ത മക്കൾ പോലും നമ്മുടെ കൂട്ടത്തിലില്ലേ? ഖുർആൻ തൊട്ടിട്ടില്ല, 30 ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട്, 30 ജ്യൂസ് എടുക്കാൻ വയ്യ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അത്താഴത്തിന് എന്താ ഉള്ളതെന്ന് വെക്കുന്നത്? രാത്രി ഉറങ്ങാൻ പോകുമ്പോഴേ ഇവന് രാവിലത്തെ ഫുഡ്. രാത്രി കുഴിമന്തി എല്ലാം കഴിച്ച് ഹൈവാനെ കൊണ്ട് കുഴിമന്തിയിലാക്കിയിരിക്കുക, കുഴി വെട്ടി കബറടക്കിയിരിക്കുക. അപ്പോഴും കടന്നുകൊണ്ടുമാടിക്കും എന്താ രാവിലെ എന്താ കഴിക്കാനുള്ളത്? രാവിലത്തെ ഫുഡാണ് ആദ്യം. രാവിലെ എഴുന്നേറ്റ ഉടനെ ചോദിക്കുന്ന വൈകിട്ട് നോമ്പ് തുറക്കാൻ തോന്നുന്നു. ഇതാണ് നമ്മുടെ മക്കളുടെ അവസ്ഥ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ.